Narayanan, and this is Sims Education Center, Malappuram. This is a paper, English Common Paper, Lesson 1, The Two Old Men by Leo Tolstoy. Leo Tolstoy was a great Russian thinker and writer. He wrote many novels, short stories, and an autobiography called My Confession, embodying his religious experiences. Among the novels, War and Peace and Anna Karenina are his masterpieces. His literary works are marked by the union of a great moral conviction and realistic details illuminated by an immense imaginative vision. Though he arrived at intellectual conclusions rejecting the outward forms of dogmas of religion, he retained full belief in God and love of man. അപ്പോൾ ലിയോ ടോൾസ്റ്റോയ് ഒരു റഷ്യൻ തിങ്കറും റൈറ്ററുമാണ്. അദ്ദേഹം ജനിച്ചത് 1828 അദ്ദേഹം ഒരുപാട് നോവൽസും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള മൈ കൺഫെഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിലീജിയസ് എക്സ്പീരിയൻസസിനെ ഉൾക്കൊള്ളുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നോവൽസിലെ ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ മാസ്റ്റർ പീസ് എന്ന് പറയാൻ പറ്റുന്നത് വാർ ആൻഡ് പീസും അന്ന കരനീനയാണ്. സോ അദ്ദേഹത്തിൻ്റെ ലിറ്റററി വർക്ക്സിൽ എന്താ പറയുക, ഒരുപാട് ധാർമ്മികമായിട്ടുള്ള മീൻസ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം വിവരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിനൊരു അപാരമായിട്ടുള്ളൊരു ഇമാജിനേറ്റീവ് വിഷൻ ഉണ്ട്. അപ്പം അദ്ദേഹം ബുദ്ധിപരമായിട്ടുള്ള കൺക്ലൂഷൻസിൽ എത്തുന്നുണ്ട്. ഈ ഔട്ട്വേർഡ് ഫോംസ് ഓഫ് റിലീജിയനെ ഒക്കെ അദ്ദേഹം എതിർക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ദൈവത്തിലും ആളുകൾ തമ്മിലുള്ള സ്നേഹത്തിലൊക്കെ വളരെയധികം വിശ്വാസമുണ്ട്. The central idea of the story, The Two Old Men, is taken from the words of Jesus Christ, "Believe me, the hour comes when neither in this mountain nor in Jerusalem shall you worship the Father, but the hour comes, and now is, when the true worshippers shall worship the Father in spirit and truth, for such doth the Father seek to be his worshippers." അപ്പോൾ ടു ഓൾഡ് മെന്നിലെ സെൻട്രൽ ഐഡിയ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്കുകളാണ്. മീൻസ് അദ്ദേഹത്തിൽ വിശ്വസിക്കുക. മീൻസ് എന്താ പറയുക, ഇപ്പോൾ മൗണ്ടെയിനിലോ ജെറൂസലേമിലോ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ വേർഷിപ്പ് ചെയ്യുകയാണോ. അപ്പം ശരിക്കുള്ള വേർഷിപ്പേഴ്സ് എന്ന് പറയണത് മനസ്സിൽ സത്യത്തിലുമാണ് ദൈവത്തിന് വേർഷിപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ വർഷിപ്പേഴ്സായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നു. ടു ഓൾഡ് മെൻ ഇൻ ദ സ്റ്റോറി പ്രൊവൈഡ് കോൺട്രാസ്റ്റഡ് സ്റ്റഡീസ്. അപ്പോൾ ഈ രണ്ട് പേരും രണ്ട് വിധത്തിലുള്ള പഠനമാണ് നമുക്ക് തരുന്നത്. വൺ ഓഫ് ദം കെയർസ് ഓൺലി ഫോർ ഔട്ട്വേർഡ് ഒബ്സർവൻസസ് ഓഫ് റിലീജിയൻ, ബട്ട് ദ അതർ റിയലൈസസ് ദാറ്റ് ദ ബെസ്റ്റ് വേ ടു സെർവ് ഗോഡ് ഈസ് ഫോർ ഈച്ച് മെൻ ടു ഷോ ലവ് ആൻഡ് ഡു ഗുഡ് ടു അതേഴ്സ്. രണ്ട് പേരുണ്ട്. ഒരാൾക്ക് ഈ ഔട്ട്വേർഡ് മീൻസ് റിലീജിയൻ്റെ ഔട്ട്വേർഡ് ഒബ്സർവൻസസിലാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. മറ്റേ ആൾ എന്താണ് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ദൈവത്തിനെ പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നല്ല ആളുകളോട് നല്ല സ്നേഹത്തിലും അതുപോലെ ആളുകൾക്ക് നന്മ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിലൂടെയാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. Once there lived two old men in a village. They were Efim Tarasik Shevelev and Elisha Bodrov. They had planned a pilgrimage to Jerusalem. Elisha managed to collect 100 rubles for the pilgrimage. Their family members saw them off at the end of the village, but Efim's mind was more worried about his family. അപ്പം ഈ ഒരു വില്ലേജിൽ രണ്ട് പ്രായമായിട്ടുള്ള ആളുകൾ താമസിച്ചിരുന്നു. ഒന്ന് എഫിം ടാറാസിക് ഷെവൽവൻ, മറ്റത് എലിഷ ബോട്രോവും. അപ്പോൾ രണ്ട് പേരും കൂടെ ജെറൂസലേമിലേക്ക് ഒരു പിൽഗ്രിമേജ് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ തീരുമാനിച്ചു. അപ്പോൾ എലിഷ എന്ത് ചെയ്തു, ഒരു 100 റൂബിൾസ്, ഒരു റഷ്യൻ നാണയമാണ്, അത് കളക്ട് ചെയ്തു ഈ ഒരു ഇതിൻ്റെ ചിലവിന് വേണ്ടിയിട്ട്. അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ അവർ യാത്ര അയക്കാൻ ആ വില്ലേജിൻ്റെ അവിടെ എൻഡിലുണ്ടായിരുന്നു. അപ്പോൾ എഫിമിൻ്റെ മൈൻഡിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ കുറിച്ചിട്ടുള്ള ടെൻഷൻസ് ആയിരുന്നു. When they reached Little Russia, people welcomed them. After traveling 500 miles, they saw different situation. They saw poverty everywhere. When they were in large village, Elisha felt tired and he asked his companion to continue the pilgrimage. Elisha completely exhausted went to a hut and asked for a cup of water. അപ്പോൾ അവർ ലിറ്റിൽ റഷ്യയിലെത്തിയപ്പോൾ അവിടെ അവർക്ക് നല്ല സ്വീകരണമാണ് ലഭിച്ചത്. അവർ 500 മൈൽ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പല സിറ്റുവേഷൻസാണ് കാണേണ്ടി വന്നത്. അവരെല്ലായിടത്തും ദാരിദ്ര്യമാണ് കണ്ടത്. അവരൊരു ലാർജ് വില്ലേജിലെത്തിയപ്പോൾ എലിഷയ്ക്ക് വളരെയധികം ക്ഷീണം തോന്നി. എലിഷ കൂട്ടുകാരനോട് പറഞ്ഞു പിൽഗ്രിമേജിന് പോയിക്കോളാൻ, അദ്ദേഹം ക്ഷീണിതനാണ്, പിന്നാലെ വന്നോളാന്ന് പറയും. അപ്പോൾ എലിഷ വളരെയധികം ക്ഷീണിതനായിട്ട്
അവിടെ കണ്ട ഒരു കുടിലിൽ ചെന്നിട്ട് ഒരു കപ്പ് വെള്ളം ചോദിച്ചു. ഔട്ട്സൈഡ് ദ ഹട്ട് എലിഷ സോ എ മാൻ ലൈയിങ് ഓൺ എ ബെഡ്. ഇൻസൈഡ് ദ ഹട്ട് ഹി ഫൗണ്ട് ആൻ ഓൾഡ് വിമൻ ആൻഡ് സിക്ലി ബോയ്. There was also a girl who sat in the kitchen. Elisha told her the purpose of his visit. She replied that there was nothing to bring the water in. The woman told him that the man who was lying outside was her son. She also told they were all dying of starvation. Then Elisha opened his bag and offered them his bread. He went to the village shop where he brought provisions with the help of the girl. He prepared a meal for all. The lady narrated how famine drove them to the pitiable position. Elisha spent 3 days with them by helping them in all ways, such as redeeming the mortgaged land and buying a horse and a cart so that they could start their life. He left the place when the members of the family were asleep and continued his journey. അപ്പോൾ പുറത്ത് എലിഷ അങ്ങനെ അവിടെ ചെന്നപ്പോൾ പുറത്ത് ഒരാൾ കിടക്കുന്നുണ്ട് അവിടെ. പിന്നെ ഉള്ളിൽ ചെന്നപ്പോൾ ഒരു പ്രായമായൊരു സ്ത്രീയും ഒരു സുഖമില്ലാത്തൊരു പയ്യനെയും കണ്ടു. അവിടെ കിച്ചണിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം വന്നതിന് കാരണം പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അവിടെ അങ്ങനെ വെള്ളം കൊണ്ടുവരാനായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ അവരോട് പറഞ്ഞു ആ പുറത്ത് കിടക്കുന്നത് അവരുടെ മകനാണ്, ഞങ്ങളൊക്കെ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കൊണ്ട് മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ എലിഷ എന്ത് ചെയ്തു, അയാളുടെ ബാഗ് തുറന്ന് അതിലുള്ള ബ്രെഡ് അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം വില്ലേജിൽ പോയിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങും. എന്നിട്ട് ആ ഗേളിൻ്റെ ഹെൽപ്പോട് കൂടി അദ്ദേഹം അവർക്ക് ഭക്ഷണം പാകം ചെയ്തു. അപ്പോൾ ഈ ലേഡി അവരുടെ ആ ഒരു പട്ടിണിയെ കുറിച്ച് അവരുടെ ആ ഒരു മോശം അവസ്ഥയെ കുറിച്ച് അദ്ദേഹത്തിനോട് പറയും. അപ്പോൾ എലിഷ 3 ദിവസം അവിടെ നിന്ന് അവരെ സഹായിക്കും. അവർക്ക് അവരുടെ പണയം വെച്ച ഭൂമിയൊക്കെ തിരിച്ചെടുത്ത് കൊടുക്കും. അവർക്കൊരു ഹോഴ്സിനെയും ഒരു കാർട്ടും വാങ്ങിക്കൊടുക്കും അവരുടെ ഒരു പുതിയ ജീവിതം തുടങ്ങാനായിട്ട്. എന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാവരും ഇറങ്ങി കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജേർണി റീസ്റ്റാർട്ട് ചെയ്യും. Elisha felt that he could not continue his journey with just 7 rubles, so he returned home. His friends and relatives were surprised by his arrival, but he felt that the new lease of life had entered him. അപ്പോൾ എലിഷയ്ക്ക് ഇങ്ങനെ തോന്നി ഈ കയ്യിലുള്ള 7 റൂബിൾസും കൊണ്ട് അയാൾക്ക് യാത്ര തുടരാനാവില്ല എന്ന്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ മടങ്ങി വരവിൽ സർപ്രൈസ്ഡ് ആവും. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പുതിയ ഉടമ്പടി അദ്ദേഹം തുടങ്ങിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. Ephraim continued his pilgrimage with the hope that his friend would join him. He found another companion and both reached Jerusalem. They visited the holy places in Jerusalem. Next morning, the new companion told Ephraim that he had lost his purse, but Ephraim did not believe him. In the evening, they attended the midnight mass at the Church of Resurrection, which had the Lord's sepulchre. There he felt that he should not have suspected his companion. Then suddenly he saw a figure resembling Elisha. He looked for Elisha everywhere in vain. Next day Ephraim saw Elisha standing in front of sepulchre. After spending 6 weeks, he started his journey back home. അപ്പോൾ എഫിം ഈ പിൽഗ്രിമേജ് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വരും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിന് മറ്റൊരു കമ്പാനിയനെ കിട്ടി. അവർ രണ്ടുപേരും ജെറൂസലേമിലെത്തി. അവരവിടെയുള്ള ഹോളി പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്തു. അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. പക്ഷേ എഫിം അയാളെ വിശ്വസിക്കില്ല. എന്നിട്ട് ഈവനിങ്ങിൽ അവർ എന്താ പറയുക, ഈ ദൈവത്തിൻ്റെ ലോർഡിൻ്റെ ശവക്കല്ലറയിൽ എത്തും. അപ്പോൾ അയാൾക്ക് തോന്നും അദ്ദേഹം ആ കമ്പാനിയനെ ഇങ്ങനെ തെറ്റായിട്ട് ചിന്തിച്ചല്ലോ എന്ന് തോന്നും. ആ സമയത്ത് അയാൾ എന്താ പറയുക, എലിഷയുടെ പോലത്തെ ഒരു മുഖം കാണും. അപ്പോൾ അദ്ദേഹം എലിഷേനെ എല്ലായിടത്തും തിരയും. പക്ഷേ അടുത്ത ദിവസം എലിഷ ആ ഒരു ശവക്കല്ലറേൻ്റെ അവിടെ നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നും. എന്നിട്ട് 6 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകും. Ephraim reached the village where Elisha stayed behind. അപ്പം എഫ്എം വില്ലേജിലെത്തി. ഹി ഫൗണ്ട് പ്രോസ്പെരിറ്റി എവ്രിവെയർ. അവിടെ എല്ലായിടത്തും അദ്ദേഹത്തിന് പ്രോസ്പെരിറ്റി കാണാനായിരുന്നു. ഹി വെൻറ്റ് ടു ദ ഹട്ട് വെയർ ഹിസ് ഫ്രണ്ട് വെൻറ്റ് ടു ഗെറ്റ് വാട്ടർ. അപ്പം അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വെള്ളം ചോദിച്ച് ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ അദ്ദേഹം എത്തി. അപ്പോൾ എഫിം വാസ് ഗിവൻ എ വാം വെൽക്കം. അദ്ദേഹത്തിന് വളരെയധികം നല്ലൊരു സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. The girl in the hut told him that a pilgrim had helped them to start their life afresh, and the people thought that the old man must be an angel. അപ്പോൾ ആ ഗേൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു
ഒരു പിൽഗ്രിം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് സാധിച്ചു. അവരൊക്കെ വിചാരിച്ചത് ആ പിൽഗ്രിം, ആ ഓൾഡ് മാൻ എന്ന് പറയുന്നത് ഒരു ഏഞ്ചലാണെന്നാണ്. Efim reached home and found everything in disorder. His son had become a drunkard. Efim met Elisha, who asked him whether he had a successful pilgrimage. Efim replied that his feet had taken him there, but expressed his doubt whether his soul or another's was there. Elisha said that was God's business. When told about the village, Elisha's response was the same. Efim understood that the best way to serve God is to serve others. അപ്പോൾ എഫിം വീട്ടിൽ ചെന്നപ്പോൾ അവിടെ മൊത്തം ഡിസോർഡറാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ഡ്രങ്കാർഡായി മാറിയിട്ടുണ്ട്. എലിഷേനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇങ്ങനെ എലിഷ ചോദിച്ചു എങ്ങനെ പിൽഗ്രിമേജൊക്കെ നന്നായിരുന്നു. അപ്പോൾ എഫിം പറഞ്ഞു, എൻ്റെ കാലുകൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ മറ്റൊരാളുടെ ആത്മാവാണോ അങ്ങോട്ട് പോയതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എലിഷ പറയും അതൊക്കെ ദൈവത്തിൻ്റെ കളിയാണെന്ന് പറയും. അപ്പോൾ വില്ലേജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എലിഷയുടെ റെസ്പോൺസ് അതുപോലെ തന്നെയായിരിക്കും. അപ്പം എഫിമിനൊരു കാര്യം മനസ്സിലായി, ദൈവത്തിനെ സെർവ് ചെയ്യേണ്ടത് മറ്റുള്ളവരെ സഹായിച്ചിട്ടാണെന്ന്. Elisha and Efim were neighbors. 2 old men went on pilgrimage to Jerusalem. Efim had a large family of 2 sons and a grandson. Elisha went to the hut to get a cup of water. The members of the family are starving. Elisha helped the family by redeeming the mortgaged land. Efim paid 40 rubles for a return ticket to Jerusalem. At the holy sepulchre, Efim saw the figure of resembling Elisha. Efim's son had become a drunkard. 2 old men, holy place, Jerusalem. 2 old men, neighbors, Jerusalem, holy place. Efim, village. Efim, village elder. Elisha saved a poor family. Efim's son, a drunkard. How did Elisha help the poor family? Elisha helped them to by redeeming the mortgaged land and buying a horse and cart so they can start their life. How did Efim feel after his return to his native village? When he get back to his village, everything was disordered. And he felt like he had reached their Jerusalem, but his soul was not there. So he knew that the best way to serve God is to serve others. Describe the significance of the pilgrimage. Love of humanity as revealed in Tolstoy's The 2 Old Men. So ഇത് രണ്ടും ഈ ഒരു എസ്സേയിലാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഉള്ളത്. സോ യു മസ്റ്റ് ചെക്ക് ഇറ്റ്. Lesson 2. My Uncle Jules. Guy de Maupassant. Guy de Maupassant was a great French novelist, poet and short story writer. He has been described as the last of the naturalists. He showed a rare mastery in the vivid and accurate reproduction of the life which he himself had observed. As a short story writer, he is unsurpassed. He tells the story naturally with the barest outline of setting and hardly any comment or description of the characters. There is a touch of pessimism in his stories, a sense of utility of life, but he also shows a deep sympathy and tenderness for human nature. My Uncle Jules is the story of a worthless young man who squanders a family property and is later shipped off to America. From there, he writes letters to his brother assuring him of his prosperity in business. The brother and his family build high hopes on his fortune and eagerly await his return. But in the end, his real condition is exposed in a dramatic manner, dashing all their hopes. The narrator of the story is Joseph Dravranches, the youngest member of the family. അപ്പോൾ ഗൈ ഡി മപ്പസൻ്റ് ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രഞ്ച് നോവലിസ്റ്റും പോയറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അദ്ദേഹം ഒരു പ്രകൃതിവാദിയാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു മീൻസ് ലൈഫിനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള ലൈഫിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു മാസ്റ്ററി ഉള്ള ഒരു അത്രത്തോളം കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്ന നിലയിൽ അതിരുകളില്ലാത്ത ഇതിൽ ലിമിറ്റ്ലെസ് ആയിട്ടുള്ള എഴുത്തുകാരനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ സ്റ്റോറി നാച്ചുറലായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെയും അങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യണത്. അപ്പം ഇതിൽ ഒരു ഒരു അശുഭാപ്തി വിശ്വാസമുള്ള സ്റ്റോറീസാണ്. ജീവിതത്തിലെ വ്യർത്ഥതയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം സിമ്പതിയും അതുപോലെ തന്നെ ഹ്യൂമൻ നേച്ചറിൻ്റെ ടെൻഡർനെസ്സും പറയുന്നുണ്ട്. മൈ അങ്കിൾ ജൂൾസ് എന്ന് പറയുന്നത് ഒരു വർക്ക്ലെസ് യങ് മാൻ സ്റ്റോറിയാണ്. അയാളുടെ ഫാമിലിയിലെ പ്രോപ്പർട്ടിയൊക്കെ ദൂർത്തടിച്ച് കളഞ്ഞിട്ട് പിന്നീട് അമേരിക്കയിലേക്ക് പോവുകയാണ്. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ബ്രദറിന് ലെറ്റർ എഴുതുകയാണ്. അദ്ദേഹം ബിസിനസ്സിൽ നല്ലതിലാണ് മുന്നോട്ട് പോകണമെന്ന്. അപ്പോൾ ഈ ബ്രദറും ഫാമിലി അദ്ദേഹത്തിന് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ കാത്തിരിക്കും. പക്ഷേ അവസാനം എന്താണ്, അയാളുടെ ശരിക്കുള്ള കണ്ടീഷന് അറിയപ്പെടും. അപ്പോൾ അവരുടെ പ്രതീക്ഷയൊക്കെ ഇല്ലാതെയാവും. അപ്പോൾ ഇതിലെ നരേറ്റർ എന്ന് പറയുന്നത് ജോസഫ് ടാബ്രാഞ്ചസ് ആണ്. ഈ ഫാമിലിയിലെ ഒരു യങ്ങസ്റ്റ് മാനാണ്. Joseph Tabranges was the youngest member of the family. His family was poor. He had 2 grown-up sisters. Joseph came to know his uncle Jules had gone to America after squandering away his share of the property. അപ്പോൾ ജോസഫ് ടാബ്രാഞ്ചസ് ആ ഫാമിലിയിലെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പറായിരുന്നു. അവരുടെ ഫാമിലി പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അദ്ദേഹത്തിന് മുതിർന്ന 2 സഹോദരിമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അങ്കിൾ ജോൺസ് അമേരിക്കയിലേക്ക് പോയി അവർക്ക് അയാളുടെ സ്വത്തും ഇതൊക്കെ നശിപ്പിച്ചിട്ടെന്ന് അവരറിഞ്ഞു. ഒരു ദിവസം one day Joseph's father Philip received a letter from Jules that he had gone to South America and would come back home only after making a good fortune. Philip and his family members were happy and they thought that Jules would come back soon. Joseph's younger sister loved a clerk and the elder sister remained unmarried. The clerk thought that his wife would receive a lot of money from Jules, so he agreed to marry her. After the marriage, the members of the family planned to pay a visit to the Jersey Island by ship. ഒരു ദിവസം ജോസഫിൻ്റെ ഫാദർ ഫിലിപ്പിന് ഒരു കത്ത് കിട്ടി ജൂൾസിൻ്റെ. അദ്ദേഹം സൗത്ത് അമേരിക്കയിലാണ്. നല്ല ഒരു ഭാഗ്യത്തോടു കൂടെ അയാൾ തിരിച്ചവിടെ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പിനും ഫാമിലിക്കും സന്തോഷമായി. അപ്പോൾ ജൂള് പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ ജോസഫിൻ്റെ യങ്ങർ സിസ്റ്റർ ഒരു ക്ലർക്കിനെയാണ് ഇഷ്ടപ്പെട്ടത്. എൽഡർ സിസ്റ്റർ മാരി ചെയ്തില്ല. ക്ലർക്ക് ഈ ജൂള് വരുമ്പോൾ ഒരുപാട് പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ പെൺകുട്ടീനെ മാരി ചെയ്യും. അപ്പോൾ മാരേജിന് ശേഷം ഇവരുടെ ഫാമിലി ഒരു ജേഴ്സി ഐലൻഡിലേക്ക് ഷിപ്പ് വഴി പോകാനായിട്ട് തീരുമാനിക്കും. In the ship they saw 2 ladies tasting the oysters. 2 gentlemen were offering them oysters. An old rag sailor was opening the oysters with his knife and passing them to the gentleman, who would then offer them to the ladies. Joseph's father appreciated the old lady's delicate manner of eating oysters on a moving ship. Joseph's father bought oysters for his sisters. When he opened them, he spilled them on his cot. Then he said that the ragged sailor who opened the oyster was resembling his brother Jules. But his wife could not believe it. After seeing, she confirmed that it would be Jules. The captain of the ship told that the sailor's name was Jules. He also told them that once Jules was rich. On hearing the facts about Jules, Joseph's mother wanted to be away from him. His father was also shocked. If the fact was revealed, the younger sister's husband would feel disappointed. Apart from his parents, only Joseph knew the fact. His father gave the money for the oysters, asking him to hand it over to Jules. അപ്പോൾ ഒരു ദിവസം അവർ ഈ ഷിപ്പിൽ പോവുകയാണല്ലോ. അപ്പോൾ 2 ലേഡീസ് ഓയിസ്റ്റർ ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ജെൻറ്റിൽമാനാണ് ഇവർക്ക് ഈ ഓയിസ്റ്റർ കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു ഓൾഡ് സെയിലറാണ് ഇത് കത്തിക്കൊണ്ട് തുറന്നിട്ട് ഇവർക്ക് ഈ ജെൻറ്റിൽമാന് പാസ് ചെയ്തത്. അവരെന്നിട്ട് ഈ ലേഡീസിന് കൊടുക്കുകയാണ്. അപ്പോൾ ജോസഫിൻ്റെ ഫാദർ ഈ ഓൾഡ് ലേഡീസ് ആ ഷിപ്പിൽ നിന്നിട്ട് ആ ഓയിസ്റ്റർ കഴിക്കുന്ന രീതിയെ പ്രശംസിച്ചു. അപ്പോൾ ജോസഫിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സിനും ഓയിസ്റ്റേഴ്സ് വാങ്ങി. അത് ഓപ്പൺ ചെയ്തപ്പോൾ അത് അയാളുടെ മേൽ പോയി. അപ്പം ഈ ജോസഫ് ഈ ഒരു സെയിലറിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രദറായ ജൂൾസിൻ്റെ പോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിൻ്റെ വൈഫിനോട് പറഞ്ഞു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് ജൂൾസ് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റനോട് ചോദിച്ചപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു ആ സെയിലറിൻ്റെ പേര് ജൂൾസ് എന്നാണെന്ന്. അപ്പോൾ ഒരിക്കലും അയാൾ പണക്കാരനായിരുന്നു, പിന്നീട് എല്ലാം നഷ്ടപ്പെട്ടതാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജോസഫിൻ്റെ മദറിന് അവിടുന്ന് പോകണം തോന്നും. അപ്പോൾ ഫാദറും ഷോക്ക്ഡ് ആവും. അപ്പോൾ സത്യം വെളിപ്പെടുകയാണ്. വെളിപ്പെട്ടാൽ ഈ യങ്ങർ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വിഷമം തോന്നിയിട്ട്
എന്താ ജോസഫിനും ഈ പാരൻസിന് മാത്രമേ ഈ കാര്യം അറിയുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഫാദർ ഈ ഓസ്റ്ററിനുള്ള പണി ജൂൾസിന് കൊടുക്കും. Joseph went to Jules and gave 5 francs. He felt like saying Jules was none other than his uncle. When Joseph gave his uncle a tip of half a franc, the latter profusely thanked the boy. When the ship reached the island, Joseph wanted to see his uncle and say something consoling and something tender, but his uncle Jules had disappeared from the place as there was no one eating oysters. അപ്പോൾ ജോസഫ് ജൂൾസിന് 5 ഫ്രാങ്ക് കൊടുക്കും, പിന്നെ ടിപ്പായിട്ട് ഒരു ഹാഫ് ഫ്രാങ്കും കൊടുക്കും. അപ്പം അദ്ദേഹത്തിന് മനസ്സിലാവും അത് അദ്ദേഹത്തിൻ്റെ അങ്കിൾ തന്നെയാണെന്ന് മനസ്സിലാവും. അപ്പം അദ്ദേഹം ഇങ്ങനെ ഷിപ്പ് ഐലൻഡിൽ എത്തിയപ്പോൾ അങ്കിളിൻ്റെ അടുത്ത് പോയി സംസാരിക്കണം, സമാധാനിപ്പിക്കണം എന്നൊക്കെ തോന്നും. എന്നിട്ട് അയാൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അങ്കിൾ ജൂൾസിനെ കാണാനുണ്ടാവില്ല, കാരണം അവിടെ ഓയിസ്റ്റർ തിന്നുന്ന ചോദിച്ചു വരുന്ന ആരും ഉണ്ടായിരുന്നില്ല. ജൂൾസ് വാസ് ദ അങ്കിൾ ഓഫ് ജോസഫ്. ജൂൾസ് വെൻ ടു അമേരിക്ക ടു ഏൺ മണി. ജോസഫ് മദർ വാസ് സർപ്രൈസ്ഡ്. Joseph wanted to say something comforting to his uncle. Uncle Jules had gone to America, Jersey, an island. Joseph's younger sister married a clerk, dragged a sailor, opened the oysters. How did Jules raise the hopes of Joseph's father? What happened to Uncle Jules? Narrate the story of Uncle Jules. Lesson 3. Mrs. Packletide Tiger. Saki was a pen name assumed by Hector Hugh Munro, a famous English journalist and short story writer. He started his literary career as a contributor to newspapers and magazines, but later became a great master of the modern short story. His stories are marked by a playful humor and a gentle satire. The style is simple, lucid and pithy. Among every phrase has a humorous twist, and it also conveys a world of ideas in a small compass. ഇപ്പോൾ സഖി എന്ന് പറയുന്നത് ഹെക്ടർ ഹ്യൂ മൺറോയുടെ പെൻ നെയിമാണ്. അദ്ദേഹം ഒരു ഫേമസ് ഇംഗ്ലീഷ് ജേർണലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് ന്യൂസ് പേപ്പേഴ്സിലും മാഗസിനിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. പിന്നീട് അദ്ദേഹം മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ മാസ്റ്ററായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലേഫുൾ ഹ്യൂമറും ജെൻറ്റിൽ സറ്റയറുമാണ്. സ്റ്റൈല് സിമ്പിളാണ്. അതുപോലെ തന്നെ ഒരു ഹ്യൂമറസ് ട്വിസ്റ്റ് എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറീസിൽ കാണാനായി കഴിയും. ചെറിയ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഐഡിയാസൊക്കെ അദ്ദേഹം കൺവേ ചെയ്യാറുണ്ട്. ഈ ഒരു ദിസ് പ്രസൻറ്റ് സ്റ്റോറി പാക്കൽറ്റൈഡ്സ് ടൈഗർ ഇസ് ടേക്കൺ ഫ്രം എ കളക്ഷൻ ഓഫ് ഹിസ് ഷോർട്ട് സ്റ്റോറീസ് കാൾഡ് ദ ക്രോണിക്കിൾസ് ഓഫ് ക്ലോവിസ്. It give a humorous account of an incident by which Mrs. Packletide set up for a big game show with disastrous results. It also presents satirical portraits of 3 spiteful women. The ruling passion of Mrs. Packletide and of Luna Bimberton is envy and dislike of each other. The spiteful Lucia Mebane is always a thorn in Mrs. Packletide and in the end extorts from her a large amount as hush money. ഈ ഒരു സ്റ്റോറി മിസ്സസ് പാക്കൽറ്റൈഡ്സ് ടൈഗർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള ക്രോണിക്കിൾസ് ഓഫ് ക്ലോവിസ് എന്ന് എടുത്തതാണ്. ഇതിൽ ഒരു മിസ് പാക്കൽസൈഡിൻ്റെ ഒരു ബിഗ് ഗെയിം ഷോട്ടിനെ കുറിച്ച്, അതിൻ്റെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുകയാണ്. അത് അവസാനിക്കുന്ന ഒരു ഡിസാസ്ട്രസ് ആയിട്ടാണ്. അപ്പോൾ അതൊരു ഒരു ആക്ഷേപഹാസ്യമാണ്. 3 സ്ത്രീകൾക്കിടയിലുള്ള അസൂയേനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ റൂളിംഗ് പാഷൻ ഓഫ് അപ്പോൾ പാക്കൽറ്റൈഡും ലൂണ ബിംബർട്ടനും പരസ്പരം ഭയങ്കര മത്സരമായിരുന്നു. അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലൂസിയ മെബിനും അതുപോലെ ഒരു ശല്യമായിരുന്നു. മിക്കൽ പാക്കൽറ്റൈഡ് സൈഡിന്. അപ്പം ഇങ്ങനെ അവളെ പിടിച്ചു പറിക്കുന്നത് ഇങ്ങനെ മീൻസ് ഈ രഹസ്യം പറയാതിരിക്കാനുള്ള കൈക്കൂലിയായിട്ടാണ്. മിസ്സസ് പാക്കൽറ്റൈഡ് ആൻഡ് ലൂണ ബിംബർട്ടൺ വാസ് ഓൾവേസ് ജെലസ് ടു ഈച്ച് അതർ. അവർ രണ്ടുപേരും പരസ്പരം ഭയങ്കര ജെലസിയായിരുന്നു. വൺസ് ലൂണ ബിംബർട്ടൺ bragged of her flight in a plane. To counter this bragging, Mrs. Packletide decided to hunt a tiger and present a tiger claw bruise to Luna Bimberton on her birthday. അവർ ഈ ഫ്ലൈറ്റിൽ പോയതിനെ കുറിച്ച് പൊങ്ങച്ചൻ പറയണ കേട്ടപ്പോൾ അതിന് പകരമായിട്ട് മിസ്സസ് പാക്കൽറ്റൈഡ് ഒരു കാര്യം ഡിസൈഡ് ടു ഹണ്ട് എ ടൈഗർ ആൻഡ് പ്രസൻറ്റ് എ ടൈഗർ. ഒരു ടൈഗറിനെ ഹണ്ട് ചെയ്തിട്ട് അതിൻ്റെ നഖം ഇങ്ങനെ ബ്രൂച്ച് ഇങ്ങനെ നമ്മൾ ഈ
മാല പോലെ ധരിക്കുന്ന ഒരു സൂചിപ്പതക്കം പോലെ ധരിക്കാനായിട്ട് ലൂണ ബിംബർട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. Mrs. Packletide offered 1,000 rupees for an opportunity to shoot a tiger. A nearby village was a hound of whole tiger and the villagers arranged the hunt. അപ്പോൾ മിസ്സസ് പാക്കിൾട്ടൈഡ് 1000 രൂപ കൊടുത്തു ഒരു ടൈഗറിനെ വെടിവെക്കാനായിട്ട്. അപ്പോൾ അടുത്തുള്ള വില്ലേജിൽ ഒരു ടൈഗറിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പോൾ വില്ലേജേഴ്സ് ആ ഹണ്ടിനുള്ള അറേഞ്ച്മെൻറ്റ്സ് നടത്തും. The appointed night came. Mrs. Packletide arrived with a paid companion, Lucia Mebane. God was tied to a tree for bait. When the tiger came, Mrs. Packletide shot at it. Surprisingly, both animals fell dead. Later, it was found that the goat had fallen for the bullet and tiger had died of heart failure. The villagers hushed up and the truth and they received the 1,000 rupees. അപ്പോൾ എന്താ പറയുക, ഈ രാത്രി വന്നു, അന്നത്തെ രാത്രി വന്നു. മിസ്സസ് പാക്കിൾട്ടൈഡ് അവളുടെ പെയ്ഡ് കമ്പനിയാണ് ലൂസിയ മെബിനും കൂടെ പോയി ഒരു ഗോട്ടിനെ, ഒരു ആടിനെ അവിടെ ഉള്ളൊരു മരത്തിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. ടൈഗർ വന്നപ്പോൾ പാക്കിൾട്ടൈഡ് അതിനെ വെടിവെച്ചു. പക്ഷേ പെട്ടെന്ന് 2 മൃഗങ്ങൾ ചത്തു വീണു. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് പാക്കിൾട്ടൈഡിനെ വെടികൊണ്ടത് ഗോട്ടിനാണ്, ആടിനാണ്. ടൈഗർ ഹാർട്ട് ഫെയിലിയർ മൂലമാണ് മരിച്ചത്. പക്ഷേ വില്ലേജേഴ്സ് വന്നപ്പോൾ അതൊക്കെ ഒതുക്കി തീർച്ച് സത്യം ആരും അറിയാതിരിക്കാൻ അവർക്ക് 1000 രൂപ കൊടുത്തു. Miss Packletide's photograph appeared in the newspapers. Luna Bimberton grew jealous and refused to see the newspapers for weeks. Though she thanked Miss Packletide for the tiger claw brooch, she did not attend the lunch given in their honor. അപ്പോൾ പാക്കിൾട്ടൈഡിൻ്റെ ഫോട്ടോഗ്രാഫ് ന്യൂസ് വന്നു. ലൂണ ബിംബർട്ടണ് വളരെ ജലസ് ഉണ്ടായിരുന്നു. മീൻസ് എന്താ പറയുക, ന്യൂസ് പേപ്പറിൽ പാക്കിൾട്ടൈഡിൻ്റെ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ. എന്നിട്ട് ഇവൾ പാക്കിൾട്ടൈഡിൻ്റെ അടുത്ത് നന്ദിയൊക്കെ പറഞ്ഞു ബ്രൂച്ച് കൊടുത്തതിന്. പക്ഷേ അവർ അറ്റൻഡ് ചെയ്ത ലഞ്ചിനൊന്നും ഇവൾ റെഡി ആയില്ല. Few days later, Miss Mebane told Miss Packletide that everyone would be amused to know what really happened. She then went on to say that she wanted to buy a weekend cottage for which she had no money. Mrs. Packletide took the hint and gave her the cost of the weekend cottage. Thereafter, she stopped hunting, saying that incident expenses were heavy. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം മെബിൻ പറഞ്ഞു സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അവൾ പറയുകയാണ് അവർക്ക് ഒരു വീക്കെൻഡ് കോട്ടേജ് വാങ്ങാൻ തീരുമാനിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പാക്കിൾട്ടൈഡിന് കാര്യം മനസ്സിലായി. അപ്പോൾ അവരെന്ത് ചെയ്തു, അതിനുള്ള പൈസ കൊടുത്തു. അപ്പോൾ പിന്നെ പാക്കിൾട്ടൈഡ് ഒരു കാര്യം തീരുമാനിക്കും, അവൾ ഹണ്ടിങ് നിർത്തും. കാരണം ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവിയാണ്. കാരണം എന്താ ഒരു ഇത് കൊടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അവർക്ക് വന്ന ചിലവുകൾ അത്രത്തോളമായിരുന്നു. Luna Bimberton chose the best answer. Luna Bimberton was boastful of her travel by air. Miss Packletide wanted to kill a tiger. Miss Mebane was a paid companion of Miss Packletide. Tiger died of heart failure. Luna Bimberton, Algerian aviator. Tiger, an old animal. Villagers were paid 1,000 rupees. Miss Packletide shot a goat. Lucia Mebane's cottage, less favors. Describe the scene of the tiger shooting of Mrs. Packletide. How did Mrs. Packletide realize that the incidental expenses were heavy? അപ്പോൾ ഇൻസിഡൻ്റ് എക്സ്പെൻസ് ഹെവി ആവാനുള്ള കാരണം എന്താണ്, ഇത് മറച്ചു വെക്കാനായിട്ട് അവർക്ക് കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നു. ബ്രിങ് ഔട്ട് ദ ഹ്യൂമർ ഇൻ പാക്കിൾട്ടൈഡ്സ് ടൈഗർ. അപ്പോൾ ഇതിലെ ഹ്യൂമർ എന്താണ്, ഇതിൻ്റെ ഈ ഒരു എസ്സേ തന്നെയാണ് ഇതിൻ്റെ ഹ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഓക്കെ, താങ്ക് യു.